ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കുഞ്ഞികൃഷ്ണൻ നായർ അനുസ്മരണം നടത്തി. വി കൃഷ്ണൻ മാസ്റ്റർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം ആശംസിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ, DCC അംഗങ്ങളായ കെ സുരേഷ് കുമാർ, തങ്കച്ചൻ കാവാലം, എ ബാലകൃഷ്ണൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ M ഉമ്മർ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉഷ മുരളി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലീം തേക്കാട്ടിൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രണവ് കരേള, പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുട്ടിച്ചൻ തൊട്ടിയിൽ എന്നിവർ പ്രസംഗിച്ചു. ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങും ഫോട്ടോ അനാച്ഛാദനയും പുഷ്പാർച്ചനയും ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. നമ്മളപ്പം തുടങ്ങാൻ വൈകി ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാത്തിലുള്ള ശൂന്യത ഇന്നും നമുക്ക് നഷ്ടപ്പെടാതെ കിടക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മകൾ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഏതെല്ലാം രംഗത്ത് കൈവച്ചോ അതെല്ലാം വരെ ജീവിതത്തിലെത്തിക്കുകയും എങ്ങനെ ഒരു നാടിന് ഉപകാരപ്രദമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാം, അതോടൊപ്പം തന്നെ എങ്ങനെ ഒരു നല്ലൊരു അധ്യാപകനാകാം, അതുകൊണ്ട് എങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധത പ്രകടിപ്പിക്കാം, അതിനെല്ലാം ഒരു ഉത്തമ മാതൃകയായിരുന്നു അദ്ദേഹം. ആ രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചെറുപുഴയുടെ പൊതുരംഗത്ത് എന്ന് പറയാൻ പറ്റില്ല, ചെറുപുഴയേക്കാൾ ഒരുപക്ഷെ പയ്യന്നൂരിൻ്റെ കൂടി പൊതുരംഗത്ത് ദീർഘകാലം സ്തുത്യാർഹമായ പൊതുപ്രവർത്തനം നടത്തിയ നമ്മുടെയൊക്കെ ആദരണീയനും പ്രിയങ്കരനുമായിരുന്ന ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞ് ഒരു വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. കുഞ്ഞികൃഷ്ണൻ നായരെ സംബന്ധിച്ച് അദ്ദേഹം കൈവച്ച സകല മേഖലകളും തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ഉജ്ജ്വല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ മാതൃകാപരമായ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ചെങ്കൂറ്റവും അഗ്രഹവും എടുത്തു പറയാവുന്നതിന് ഓർമ്മയിൽ പ്രാഥമിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാഥമിക വാർഡിൽ CPM സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണേട്ടനെ ഘടകക്കാരൻ കൃഷ്ണനെ ജയിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ആ ഉജ്ജ്വലമായ ഒരു പ്രവർത്തനം ഒരുപക്ഷെ കോൺഗ്രസ് ചെറുപുഴയിലെ കോൺഗ്രസ് ദുരിതത്തോളം കാലം മറക്കാൻ സാധിക്കില്ല. CPM നമ്മുടെയൊക്കെ സ്വന്തമായിരുന്ന, നമ്മുടെയൊക്കെ നേതാവായിരുന്ന പ്രിയങ്കരനായ കുഞ്ഞികൃഷ്ണൻ നായരുടെ ഒന്നാം ചരമവാർഷിക ദിനമാണ് നമ്മളിവിടെ ആചരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ നായരെ കുറിച്ച് ചെറുപുഴയിൽ വന്ന് ഞാൻ കൂടുതലായി സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നേരിട്ട് വ്യക്തിപരമായി ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നിങ്ങളെ നേരിട്ട് പേരെടുത്ത് വിളിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധം ഉള്ളവരാണ് എന്നുള്ള കാര്യമുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള, അദ്ദേഹം നാടിന്റെ വികസനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ വളരെ വിശദീകരിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇവിടെ നമ്മുടെ പ്രിയങ്കരായ കൃഷ്ണൻ മാസ്റ്റർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ സുദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ കുഞ്ഞികൃഷ്ണൻ നായരെ കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടും ഓർമ്മിച്ചെടുക്കേണ്ടതായിട്ടും വരികയാണ്. കാരണം അത്രമാത്രം ഒരു വ്യക്തിക്ക് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ മനസ്സിൽ പറയേണ്ടുന്ന ഒരു അവസ്ഥയാണ്. കാരണം തുടങ്ങി ഇവിടെ നമ്മൾ ഏറ്റവും മുമ്പിൽ കാണുന്ന ഒരു സ്കൂൾ JUP
ആ സ്കൂള് ആ രീതിയിലേക്ക് ഇത്ര ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ഈ സ്കൂൾ വളർന്ന് വന്ന് ഇന്ന് കണ്ണൂർ ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളാക്കി അദ്ദേഹം അതിനെ മാറ്റിയെടുത്തുവെങ്കിൽ സ്വന്തം എന്ന നിലയിൽ അദ്ദേഹം ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയ വലിയൊരു സേവനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ സ്കൂള് നമ്മുടെ ഈ പ്രദേശത്തെ വികസനത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. കാരണം ഈ സ്കൂളിലൂടെ പഠിച്ചു വന്നവരാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആൾക്കാരൊക്കെ തന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് വന്നവരാണ്. അന്ന് ആ കാലത്തൊന്നും സ്കൂളുകളില്ല എന്ന് സ്കൂള് കാണണമെങ്കിൽ എത്രയോ ദൂരെ നടന്ന് പോയാലാണ് നമുക്ക് അന്ന് അക്കാലത്ത് ഒരു സ്കൂളുകൾ. ആ സ്കൂള് ചെറിയ നിലയിൽ തുടങ്ങി സ്കൂള് ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഉന്നത നിലവാരം പുലർത്തുന്ന ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ഒരു സ്കൂളാക്കി ആ സ്കൂളിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സ്കൂളായി അതിനെ മാറ്റുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നേതൃപാഠവുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കോളേജിന്റെ ദീർഘകാലമായ അതിന്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ട്രഷററും. നമുക്കറിയാം അതിന്റെ നടത്തിപ്പിന്റെ മൊത്തമായതുകൊണ്ട് അത് കുറച്ചു കാലം ദീർഘകാലം അത് ആ സ്കൂൾ വിദ്യാഭ്യാസ കോളേജ് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.